സൈന്യങ്ങളെയാണ് അള്ളാഹു ഇറക്കിയത്. ആ സൈന്യങ്ങളുടെ കണക്കൊരു മഖ്ലൂക്കിനും അറിയില്ല. ഇനിയും ഇല്ലേ ദജ്ജാലിന്റെ ഒരു വരവ്. ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ മക്കയിലേക്കും മദീനയിലേക്കും കടക്കാൻ നോക്കും. പക്ഷേ മക്ക മദീനയുടെ മുഴുവൻ പരിധികളും മുഴുവൻ പഴുതുകളും മലക്കുകളെ വെച്ച് അള്ളാഹു അടച്ചു കളയും. ഒരൊറ്റ പോയിന്റിലൂടെ പോലും ദജ്ജാലിനകത്ത് കടക്കാൻ കഴിയില്ല. ദജ്ജാൽ ഇങ്ങനെ പുറത്തു നിൽക്കുന്ന നേരത്ത് മക്കയും മദീനയും അള്ളാഹു ഒന്ന് ക്ലിയർ ആക്കുന്നതാണ്. മക്കയും മദീനയും തർജുഫു സലാസ റജഫാത്തിൻ, 3 കുലുക്കം കുലുങ്ങുന്നാണെന്ന്. എന്തിനാന്നറിയോ? ഈമാനുള്ളവനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ തള്ളാനാണ്. ഈ കുലുക്കം കുലുങ്ങുമ്പോ ശക്തമായി ഈമാൻ ഇല്ലാത്ത ആളുകൾ സർവ്വ മുനാഫിക്കും പുറത്തു പോകും. അവരൊക്കെ പോണം. അതിനാണ് ആ കുലുക്കം. അതിപ്പോ ദജ്ജാൽ വന്നിട്ട് സംഭവിക്കുന്നതാണ്. ഒരു 3 കുലുക്കം കുലുങ്ങും. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവരാരാ? ഈ മക്ക മദീന ഹറമിന്റെ ഉള്ളിൽ ഉള്ളത് എ ക്ലാസ് മുഅ്മിനുകൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ തള്ളി. മദീനന്റെ സ്വഭാവം അങ്ങനെ തള്ളി, മക്കയും തള്ളി. അവരും പിന്നെ പോയി ചേരുന്നത് അവലംബമായിട്ട് ദജ്ജാലിന്റെ പിന്നാലെ. ദജ്ജാല് വരുമ്പോ ഒരു ദിവസം ദജ്ജാലിനെ അനുഗമിക്കുന്ന ആൾക്കാർ 70,000 ഉണ്ടാകുന്ന യഹൂദികൾ. അപ്പൊ ഓരോ ടൈമിലും എത്ര ആള് കൂടും? ഉസ്താദേ ദജ്ജാൽ ഇവിടൊക്കെ വരും, ഇവിടൊക്കെ വരും. ഇവിടെ ഒന്നും അല്ലാ അങ്ങനെ കാവൽ നിന്നിട്ടില്ല. ഇവിടൊക്കെ വരും, ഇന്ത്യയിലൊക്കെ വരും. അതിന് അള്ളാഹു കാവൽ നൽകിയ കേന്ദ്രങ്ങളുണ്ട്. അവിടേക്ക് വിശ്വാസികൾ ഒരു പക്ഷേ കേന്ദ്രീകരിക്കപ്പെടും. വിശുദ്ധ മക്ക ഹറം, മദീന ഹറം, ബൈത്തുൽ മഖ്ദിസ്, തൂർ സീനാ പള്ളി, ഈ 4 പള്ളികളിലും പരിസരത്തും അവൻ കാലുകുത്തുകയില്ല. ബാക്കി എല്ലാ സ്ഥലത്തും അവന്റെ വേഗത എത്ര വലിയ വേഗത! ദജ്ജാലിന്റെ വേഗത എത്ര വലിയ വേഗത! ദജ്ജാലിന്റെ വേഗത മേഘത്തിന്റെ വേഗത. അപ്പൊ എത്ര സ്പീഡിലെത്തും? നിങ്ങൾ വീറ്റോ പവർ വിമാനം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. മേഘത്തിന്റെ വേഗതയിലാണ്. സ്വഹാബ ചോദിച്ചു, നബിയെ വമാ ലുബ്സുഹു ഫിൽ അർദ്, ആ ചങ്ങാതി ഭൂമിയിൽ എത്ര ദിവസം താമസിക്കും? 40 യൗമൻ, 40 ദിവസം. പക്ഷെ 40-ൽ യൗമുൻ കസന, ഒരു ദിവസം ഒരു വർഷം പോലെ, മറ്റൊരു ദിവസം ഒരു മാസം പോലെ ദൈർഘ്യം ഉണ്ടാവും, മറ്റൊരു ദിവസം ഒരാഴ്ച പോലെ. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കി ദിവസങ്ങളൊക്കെ നിങ്ങളുടെ ദിവസങ്ങളെ പോലെ. ആ വരവിനിടയ്ക്ക്, ആ ടൈമിനിടയ്ക്ക് ഒക്കെ മാറി മറിയും. ദജ്ജാല് വരുമ്പോ ആൾക്കാർ, നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ ദജ്ജാലിന്റെ കൂടെ കൂടും, എമ്പാടും കൂടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനാണ് ആ ദുആ ദ്വാർക്കണത്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ചെറിയ ദുആ അല്ലത്. അത് ഈമാൻ അത്ര പെട്ടെന്ന് പോയി പോകും. കാരണം ദജ്ജാല് വരുന്ന സമയത്ത് നമ്മുടെ ഭൂമിയിലുള്ള ആളുകൾ, ഇവിടെ ഏത് ഭാഗത്തുള്ള ആളുകൾ ഏറ്റവും അധികം ദാഹിക്കുന്നത് വെള്ളത്തിനായിരിക്കും. വെള്ളം ഇഷ്ടം പോലെ കൊടുക്കും. അപ്പൊ പിന്നെ ആളുകൾ കൂടൂലേ? ആരാ കൂടാതിരിക്കുക? ആരാ കൂടാതിരിക്കുക? നിങ്ങൾ നോക്ക്. ഇന്നിപ്പോ ഒരാള് ഒരു കിണർ കുഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എത്രമാത്രം അയാളെ അംഗീകരിക്കുകയും സ്തുതി പാടുകയും ചെയ്യും. എന്നാ ദജ്ജാല് വരുമ്പോ അങ്ങനല്ല. ദജ്ജാല് വരുന്നതിന്റെ 3 വർഷം മുമ്പ് ഭൂമിയിൽ ഒരിറ്റു മഴയും മുറ്റൂല. അപ്പൊ ഇക്കൊല്ലല്ലേ മോനെ, കഴിഞ്ഞ മഴതില്ലേ? സമാധാനമുണ്ട്. 3 വർഷം മുമ്പ് ഹദീസിലുള്ളതാ. ഇമാം ഇബ്നു മാജ റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരിറ്റു വെള്ളം ഭൂമിയിൽ ഇറ്റൂല. അപ്പൊ എങ്ങനെ ഉണ്ടാവും അന്നത്തെ ഒരവസ്ഥ? ആൾക്കാര് മഴനെങ്ങനെ വിടൂല. മഴ പെയ്താലും ആൾക്കാർക്ക് കുഴപ്പം, പെയ്തിട്ടില്ലെങ്കിലും കുഴപ്പം. അങ്ങനെ ഇങ്ങനെ കറക്ക ചെയ്യാം. മഴ പെയ്യേണ്ട സമയം മഴ അല്ലല്ലേ, മഴ പോയില്ലേ. മഴ അങ്ങോട്ട് പെയ്താലോ മഴയോട് കുടുങ്ങിയില്ലേ. രണ്ടും
നമ്മളെ കൗലല്ലേ. മഴ തീരങ്ങോട്ട് കിട്ടാക്കനിയായി മാറുമ്പോ ഈ ദജ്ജാൽ അങ്ങോട്ട് വരുമ്പോ ഉണ്ടാകുന്ന ഫിത്ന എത്ര വലിയ ഫിത്നായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദജ്ജാലിനെ എത്തിക്കുകയാണെങ്കിൽ ആ ദജ്ജാലിനുമേൽ അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിലുള്ള ആയത്തുകൾ ഓതിക്കൊടുക്കുക. അത് ദജ്ജാലിന് ഏറൊരു പ്രഹരമാണ്. അവനിൽ നിന്ന് കാവൽ കിട്ടാൻ വലിയൊരു മാർഗമാണ്. അൽ കഹ്ഫ് സൂറത്തിന്റെ മഹത്വം പറഞ്ഞെടുത്തും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനുകളെ അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളൊക്കെ പതിവാക്കി ഓതുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും സഹോദരിമാരടക്കം അൽ കഹ്ഫ് ഓതുന്നവരുണ്ട്. അത് വലിയൊരു കാവലാണ്. ആദ്യത്തെ ആയത്തുകൾ ഓതിയാൽ ഇപ്പോഴും നിങ്ങളിൽ പലർക്കും അത് ഓതാൻ കിട്ടും. അത് ഓതി 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 അങ്ങനെ പാടായി പോയതാണ്. ഇരുന്ന് കാണാതെ പഠിച്ചതല്ല, ആഴ്ചയിൽ ഓതിയിട്ട് അങ്ങനെ നമ്മുടെ നാവിൽ വന്നതാണ്. ഇരിക്കട്ടെ, ആ ദജ്ജാലിന്റെ ഫിത്ന ഭൂമിയിൽ വല്ലാത്തൊരു ഫിത്നയാണ്. പക്ഷേ മക്ക മദീനക്ക് അല്ലാഹു കാവൽ കൊടുക്കുന്നുണ്ട്. ബൈത്തുൽ മഖ്ദിസിനും പരിസരത്തും കാവലുണ്ട്. തൂർ സീനാ പള്ളിയുടെ പരിസരത്തും കാവലുണ്ട്.